ക്ലാസ് 81. വഴിമറന്ന് യാത്ര ചെയ്തവരല്ല ഞങ്ങൾ. വഴിമാറി യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഒന്നും മറക്കാനാവാത്തവർ ഞങ്ങളെന്ന് അറിയുന്നു. വീണ്ടും വന്നു നിൽക്കുന്നത് പിരിഞ്ഞെടുത്തു തന്നെയെന്ന് ഉറപ്പുള്ളവർ. എല്ലാവരും നല്ല മനസ്സും നന്മയുമുള്ളവരെന്ന് ഈ ഒത്തുകൂടലിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെയൊരു കൂട്ടത്തെ ചേർത്തുവച്ച ശക്തിയെ മനസ്സാൽ നമിക്കുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് അന്നത്തെ ഞങ്ങൾ ആരായിരുന്നു അന്വേഷിക്കുകയായിരുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ കണ്ടുമുട്ടിയ പഴയ കൂട്ടുകാർ. അവരുടെ മോഹവും സ്വപ്നവുമായിരുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടിരുന്നെങ്കിലെന്ന്. ആ നിമിഷത്തിന്റെ നിറവിലാണ് നാം ഇപ്പോൾ. ഇതൾ വിരിച്ച പങ്ക ഉയരത്തിൽ നിന്ന് കറങ്ങി അടിയിൽ ചിതറിപ്പൊങ്ങുന്ന വെള്ളത്തെ കണ്ട് കൗതുകം പൂണ്ടു. മദനൻ ഡോക്ടറുടെ ആശുപത്രിയുടെ മുന്നിലെ പൈപ്പിൽ നിന്നും ആവോളം വെള്ളം കുടിച്ച് അത്ഭുതത്തെ ഒതുക്കി. ബെൽബോട്ടൻ പാൻറ്റും മല്ലൻ മുണ്ടിൽ 501 വാർച്ചപ്പിന്റെ മണവും പതപ്പിച്ച പത്രാസുകാരായിരുന്നു ഏറെപ്പേരും. പുള്ളിപ്പാവാടക്കാരികൾക്കിടയിൽ മിടിയുടെ വ്യത്യസ്ത സൗന്ദര്യവും നിറഞ്ഞ സ്കൂൾ ജീവിതം ഓർക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? കിലുങ്ങിനെ മണിയടിച്ചെത്തുന്ന സൈക്കിളുകാരുടെ ലോകത്ത് നിന്ന് നമ്മൾ ലാംബ്രട്ട സ്കൂട്ടറിനെ സ്വപ്നം കണ്ടു. പ്രവാസിയായി ജീവിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ മുൻ തലമുറ അംബാസഡർക്കാരൻ്റെ കരിയറിൽ ബെഡും നിറഞ്ഞ പെട്ടിയും കണ്ട് നമ്മൾ കൊതിച്ചു. നാട്ടിൽ ഗൾഫുകാരൻ്റെ പുള്ളിത്തുണി ലങ്കു കാട്ടിയപ്പോൾ നമ്മളായിരുന്നെങ്കിലെന്ന് കൊതിച്ചു. 35 സിഗരറ്റിൽ കണ്ണുടക്കി നിന്നു. എരിഞ്ഞ് മുകളിലേക്ക് പൊങ്ങുന്ന സിഗരറ്റിന്റെ പുകച്ചുരുളിൽ ഒരു ഗൾഫുകാരനാകാൻ മോഹിച്ചു. 210 മാർക്കിന്റെ മോഹവും പേറി നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ഭൂമിശാസ്ത്രം കശുമാങ്ങയും സോഡാപ്പുളിയും കൊട്ടപ്പഴവും കാരക്കയും ഞാവൽപ്പഴവും നിറഞ്ഞുള്ള രുചിശാസ്ത്രം നമ്മൾ നമുക്ക് തന്നെ ക്ലാസ് എടുത്തു. രാഷ്ട്രീയം പുറത്തേക്ക് വരുന്ന മുദ്രാവാക്യത്തിനോടൊപ്പം തെറിച്ചു പോകുന്ന ഒന്നായിരുന്നില്ല ഞങ്ങൾക്ക്. രക്തത്തിൽ കലർന്ന ശരിയായിരുന്നു. നേരിന് നേരെ ചൂണ്ടി ഇത് നേരാണെന്ന് ചങ്കുറപ്പോടെ എവിടെയും പറയുന്ന ടി എൻ പ്രതാപനും ടി എൽ സന്തോഷും നമ്മുടെ വിദ്യാലയത്തിന്റെ തീപ്പൊരികളായി ഞങ്ങൾക്കൊപ്പം ജ്വലിക്കുന്നു. ടീച്ചറും മാഷും വരാതിരിക്കാനും സമരമുണ്ടാകാനും വേണ്ടി ഞങ്ങൾ ആശേരി അമ്പലത്തിന്റെ നടയിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. നാഷണൽ ടാക്കീസിലെ സിനിമ പ്രേം നസീറും ഷീലയും പരിശുദ്ധ പ്രണയം ഞങ്ങളെ പഠിപ്പിച്ചു. വിരഹം സഹിക്കാതാകുമ്പോൾ വേണുനാഗവള്ളിയുടെ വിഷാദം കലർന്ന കണ്ണുകൾ കടം കൊണ്ടു. ഇപ്പോഴും വേണുനാഗവള്ളിയുടെ മുടിയിൽ തട്ടി വന്ന പണ്ടത്തെ കാറ്റ് വിഷാദഗാനത്തിന് ഈണമാകുന്നു. നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. വിദ്യാധരൻ മാസ്റ്റർ ശോകം ചേർത്ത് ഞങ്ങളെ വീണ്ടും കരയിപ്പിച്ചു. നാണം കലർന്ന ചിരിക്കൊപ്പം നമസ്കാരം പറയുന്ന സഹോദരിമാരുടെ ശബ്ദം വിദ്യാലയങ്ങൾക്ക് നല്ല ഓർമ്മ മാത്രമായി മാറുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഒത്തുചേരൽ. എല്ലാ നന്മയും നിറച്ചത് ഈ വിദ്യാലയമാണ്. അരുതെന്ന് പറയാതെ ഞങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് നയിച്ച ഞങ്ങളുടെ അധ്യാപകർ. പ്രിയ ഗുരുക്കന്മാരെ, അഭിമാനത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിടുന്നു. ഞങ്ങൾ ഗുരുക്കന്മാരെ കാണാൻ പോയ നിമിഷങ്ങൾ. മനസ്സിലെ ചിത്രത്തിന് നരവീണ മുടിയും ചുളുങ്ങിയ തൊലിയും വ്യത്യസ്തത പകർന്നെങ്കിലും സ്നേഹം അന്നും ഇന്നും ഒരുപോലെ എന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാ നന്മകളും നേരിടണം. ഈശ്വരൻ എന്നും നിങ്ങളെ അനുഗ്രഹിക്കും. ക്ലാസ്സിലേക്ക് കയറുവെന്ന എല്ലാ ടീച്ചർമാർക്കും മാഷ്മാർക്കും സ്വന്തം പേരുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളവർക്ക് രസകരമായ ഓരോ പേരുകൾ വിളിച്ചിരുന്നു. ഒരു ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ എനിക്ക് എന്ത് പേരാണ് ഇട്ടിരിക്കുന്നതെന്ന്.
സത്യത്തിൽ ഞങ്ങൾ പേര് വിളിക്കാത്ത ഒരു ടീച്ചറെ കണ്ട് ഞെട്ടിപ്പോയി. പുറത്തിറങ്ങിയ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർക്ക് ഒരു പേരിട്ടു. സ്നേഹം എന്തെന്ന് 33 വർഷങ്ങൾക്ക് ശേഷവും കണ്ണുനീരാൽ ഞങ്ങളുടെ മനസ്സിൽ എഴുതി ചേർത്ത പേര് ഞങ്ങളുടെ രാമചന്ദ്രൻ മാസ്റ്ററുടെ സഹധർമ്മിണി സത്യഭാമ. മറ്റൊരു ലോകമുണ്ടെന്ന് നാം കരുതുന്ന സ്വർഗത്തിൽ നിന്നും നക്ഷത്ര കണ്ണുകളാൽ നമ്മളെ കാണുന്നു. പ്രിയപ്പെട്ട ഗുരുക്കന്മാരും സഹപാഠികളും ഞങ്ങളുടെ മൗനം പ്രാർത്ഥനയാക്കി ഈ വാക്കുകളിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങൾ അവർക്ക് കൂടി സമർപ്പിക്കുന്നു. കാഴ്ചകളായിരുന്നില്ല ഞങ്ങൾക്ക് ഒന്നും. ഓരോ സഹപാഠിയുടെ വീട്ടിലും ഞങ്ങൾ ചെന്നെത്തിയറിയുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ. സഹായമാണ് ജീവിതമെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞവരായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. മാന്യ സദസ്സും വിശിഷ്ട അതിഥികളും എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ധൈര്യത്തോടെ ക്ലാസ് 81.